ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഓൾറെഡി ഒരു 3 ദിവസം മുമ്പ് പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലം കേക്കും ഈ ഒരു കേക്കും തമ്മിൽ ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതൊരു സ്പോഞ്ചി ടൈപ്പിലുള്ള പ്ലം കേക്കാണ്. ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസ് ആ ഒരു ടെക്സ്ചറിലുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ ട്രൈ ചെയ്യുക. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾമോസ്റ്റ് മെഷർമെൻറ്റൊക്കെ സെയിം ആണ് കേട്ടോ. നമുക്കാദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്കാക്കി വെക്കണം. ഞാനിവിടെ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ അതുപോലെ ബ്ലാക്ക് കിസ്മിസും ചോപ്പ് ചെയ്ത് വെച്ച ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തത് ഇതും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ല കളർ കിട്ടാൻ ഗ്രേപ്പ് ജ്യൂസാണ് നല്ലത്. ഇതിൽ നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊരു 2 ദിവസം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കണ്ട. ഒരു 2 ദിവസം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇത് 2 ദിവസം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ്. നന്നായി സോക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം വേണ്ട, വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കേക്കിൽ ഇങ്ങനെ താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഞാനിവിടെ കാഷ്യൂ, ബദാം, പിസ്ത ചോപ്പ് ചെയ്തത് ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ആകാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അത് വേണമെങ്കിൽ ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഷുഗർ ഒന്ന് കാരമലാക്കി എടുക്കണം. അതിനൊരു പാൻ ചൂടാകുമ്പോൾ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു മെൽട്ടായിട്ട് ബ്രൗൺ കളറായി കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് മുമ്പത്തെ ഒരു റെസിപ്പിയിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. മെൽട്ടായി തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇങ്ങനെ പതഞ്ഞ് വരും. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെ പതഞ്ഞ് വരും. എന്നിട്ട് ഇത് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും. നമുക്കിതിന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ 1-2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ചെറുതായിട്ട് മതി കേട്ടോ. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്കിന് മാറ്റി വെക്കാം. ഞാനിത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സാക്കി എടുക്കുക. നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിതിന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ബീറ്റാക്കി എടുക്കണം. 100 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. പിന്നെ അൺസോൾട്ടഡ് ആണ് ഞാൻ എടുത്തത്. നിങ്ങൾ സോൾട്ടഡ് ആണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ മൈദയുടെ കൂടെ ഉപ്പ് ചേർത്തില്ലേ, അത് ചേർക്കാതിരുന്നാൽ മതി. ഇത് നന്നായി ബീറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കൂട്ടില്ലേ, അത് കുറേശ്ശേ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശേ ചേർത്ത് മിക്സാക്കി കൊടുത്താൽ മതി. നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ ഷുഗർ പൗഡറും കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. 3 മുട്ടയാണ് ഞാൻ എടുത്തത്. അത് ഒന്നിച്ച് ചേർക്കണ്ട, ഓരോന്നായി ചേർത്ത് ബീറ്റാക്കി എടുത്താൽ മതി. എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്ത മുട്ട ഒഴിച്ച് ഇതുപോലെ തന്നെ ബീറ്റാക്കി എടുക്കാം. ഇത് നന്നായി മിക്സായി കിട്ടിയ ശേഷം പിന്നെ അടുത്ത മുട്ട ഒഴിച്ച് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഏത് കേക്കായാലും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ.
ഇതിപ്പോൾ നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ചെയ്ത ഷുഗർ സിറപ്പ് ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എഗ് ബീറ്ററിൽ തന്നെ ലോ സ്പീഡിൽ മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൈദാക്കൂട്ടില്ലേ, അത് കുറേശ്ശെ ചേർത്ത് മിക്സാക്കി കൊടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി കുറേ കേക്കിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാ റെസിപ്പിയിലും സെയിം തന്നെയാണ്. കുറേ സംഭവങ്ങളൊക്കെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ എനിക്കിത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടി തോന്നാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരും ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഓറഞ്ച് സെസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര തിക്നെസ് വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മാത്രം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, 1-2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കണ്ട. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടർ പുരട്ടിയ ബേക്കിംഗ് ടിന്നിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്കാക്കി എടുക്കാം. ഞാനിത് ഓവനിലല്ല കേട്ടോ ബേക്കാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്യാം. ഒരു 170 ഡിഗ്രിയിൽ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ മതി. പ്രീഹീറ്റാക്കി വെച്ച ഓവനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന ടൂട്ടി ഫ്രൂട്ടി പിന്നെ കാഷ്യൂ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ബേക്കായി കേക്ക് പൊങ്ങി വരുമ്പോൾ അത് താഴെ പോകാറുണ്ട്. എന്നാലും ജസ്റ്റ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ചൂടാക്കി വെച്ച ഒരു പോട്ടിനകത്തോട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്നിൽ വെച്ച് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായി ചൂടാക്കി ഇട്ടിരുന്നു. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് ഓൾമോസ്റ്റ് സമയം എടുക്കും ബേക്കായി കിട്ടാൻ. ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. ഒരു 25-30 മിനിറ്റ് വരെ തുറന്ന് നോക്കരുത്. ഇതിപ്പോൾ നന്നായി ബേക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബേക്കാക്കി എടുക്കുമ്പോൾ ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഡീമോൾഡാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് ചെയ്തതും ഈ ഒരു കേക്കും രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏത് കൂടുതലെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്